പിന്നെ ഇന്നലെ കുറച്ച് പേര് പറഞ്ഞു ഞാനെന്തോ വിസമ്മതിച്ച് എന്തോ മറ്റേ ഇതിലൊക്കെ പറഞ്ഞു. അത് വേറെ ഒന്നുമല്ല. ഇന്നലെ അവിടെ ഞങ്ങൾക്ക് 6 മാസം മുമ്പ് ഈ കേസ് വന്നപ്പോൾ സമൻസിൽ വന്നപ്പോൾ ഒരു അഡ്വക്കേറ്റ് ആണ് കൊണ്ട് ഈ ഡോക്യുമെന്റ്സ് എല്ലാം സബ്മിറ്റ് ചെയ്തത്. അപ്പൊ ഇന്നലെ പുള്ളി വീണ്ടും സെർച്ച് വാറണ്ട് പറഞ്ഞ് വന്നപ്പോഴേക്കും പുള്ളി വന്ന് ചോദിച്ചു വാറണ്ട് എന്തെന്ന് ചോദിച്ചു. ആ വാറണ്ട് എന്തെന്ന് ചോദിച്ച നിമിഷത്തിൽ അതിലുണ്ടായിരുന്ന ഒരു ഓഫീസർ പറഞ്ഞു നിങ്ങൾക്ക് ഇവിടെ വരാനുള്ള അധികാരമില്ല, പ്ലീസ് ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഒരു അഡ്വക്കേറ്റിനോട് ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായ അവര് തമ്മിലുള്ള ഒരു വാക്ക് തർക്കവും ഇതുമാണ്. ഞാൻ അവിടെ മാറിയിരിക്കുകയായിരുന്നു, ഞാനല്ല ഒച്ചുണ്ടാക്കിയത്. അപ്പൊ അങ്ങനെ ഞാൻ ഇന്നലെ ന്യൂസിൽ കണ്ടു, അതുകൊണ്ട് പറഞ്ഞതാണ്. ഇല്ല, എനിക്ക് ബേസിക്കലി വണ്ടികൾ എൻ്റെ അടുത്ത്, ഞാൻ ഈ വണ്ടി 10-25 വർഷം പഴക്കമുള്ള വണ്ടി എന്താ പറയാ ഫുള്ള് പണിതെടുത്ത് വണ്ടികൾ നല്ല ഭംഗിയായിട്ട് ഓടിക്കുന്ന കണ്ടപ്പോൾ കുറെ പേര് എൻ്റെ അടുത്ത് ചോദിച്ചു ബ്രോ എൻ്റെ വണ്ടി ഒന്ന് റെഡിയാക്കുമെന്ന്. ആ വണ്ടികളെല്ലാം മിക്ക വർക്ക്ഷോപ്പുകളിലും പോയി അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വന്നപ്പോഴേക്കും എൻ്റെ അടുത്ത് വന്ന് ഞാൻ അത് റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ വന്ന വണ്ടികളെല്ലാം എനിക്ക് നേരിട്ട് അറിയാത്തവരാണെങ്കിലും അവരുടെ ഫ്രണ്ട്സ് റെഫർ ചെയ്ത് എൻ്റെ അടുത്ത് വന്ന് ഞാൻ റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. കാര്യം എനിക്ക് അതൊരു ഇൻട്രസ്റ്റ് ആണ്, ക്രേസ് ആണ്. എനിക്ക് വെള്ളോടിയോ അല്ലെങ്കിൽ സേട്ടോലിയോ ഒന്നുമില്ല, ആകെയുള്ളൊരു പ്രാന്ത് വണ്ടിയാണ്. ആ വണ്ടി പ്രാന്ത് കൊണ്ടുള്ള ഒരു വലിയ പണിയാണ് ഇപ്പൊ കിട്ടിയത്. അന്ന് കസ്റ്റംസ് എന്താണ് പറഞ്ഞത്? ഈ 6 മാസം മുമ്പ് അവർ അപ്രൂവ് ചെയ്താണോ? അവരെ ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു, എല്ലാം കൊണ്ടുപോയി കൊടുത്തു. നമ്മളെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ അവര് പണി പിന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്തു. ഇപ്പൊ കഴിഞ്ഞൊരു 3-4 മാസമായിട്ടുള്ള വണ്ടിയുടെ 2ാമത് പണികൾ കണ്ടിന്യൂ ചെയ്തുന്നുണ്ട്. അപ്പോഴാണ് വീണ്ടും ഇതായത്. പക്ഷെ അവരെയും കുറ്റം പറയാൻ പറ്റില്ല, കാര്യം ഈ 3-4 മാസമായിട്ടാണ് ഇവിടെ ന്യൂസിൽ കുറെ ഈ ഭൂട്ടാൻ വണ്ടികളുടെയൊക്കെ. അപ്പോൾ അവർ വീണ്ടും ഒന്ന് സ്ട്രിക്റ്റ് ആയിട്ട് എല്ലാത്തിനും ഡോക്യുമെന്റ്സ് തരാൻ പറഞ്ഞായിരിക്കുള്ളൂ. ഹാജരല്ല, ഡോക്യുമെന്റ്സ് ആയിട്ട് നമ്മൾ പേഴ്സണൽ ഇല്ല. നമുക്ക് 10 ദിവസം സമയം തന്നിട്ടുണ്ട്. ആ 10 ദിവസത്തിനുള്ളിൽ നമ്മുടെ കയ്യിലുള്ള ഡോക്യുമെന്റ്സ് സാധനങ്ങളൊക്കെ ആയിട്ട് അവരെ കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്യാം. പിന്നെ അവർക്ക് അതിന്റെ വെരിഫൈങ് പ്രോസസ് ഉണ്ടാവും, ഈ കൊടുക്കുന്ന ഡോക്യുമെന്റ്സ് ഫോർജ്ഡ് ആണോ എന്ന്. ഇന്നലെ ആ വണ്ടിയുടെ തന്നെ ഞാൻ ആദ്യം ഇൻവോയ്സ് കൊടുത്തപ്പോൾ അവരാദ്യം വണ്ടി കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അവർ ആ ഇൻവോയ്സ് അയച്ചു കൊടുത്തിട്ട് അവരുടെ പോർട്ടലിൽ ചെക്ക് ചെയ്തിട്ട് ജെന്യൂനാന്ന് പറഞ്ഞപ്പോൾ ആ വണ്ടി കൊണ്ടുപോകാതെ പോയത്. ഇല്ല, അവർ സമൻസ് തന്നുള്ളൂ. കഴിഞ്ഞ വർഷം 2024 നവംബർ മാസം സമൻസ് തന്നു. സമൻസ് തന്നിട്ട് ഇതേപോലെ തന്നെ നമുക്കൊരു സമൻസ് തന്നു. ഇങ്ങനെ ആ സമൻസ് നമ്മൾ കൊണ്ടുപോയി ഡോക്യുമെന്റ്സ് എല്ലാം ചെയ്താണ്, എല്ലാം കൊടുത്താണ് എല്ലാം സെയിം. ഇപ്പൊ ഇന്നാണ് വീട്ടിൽ വന്ന് നമ്മുടെ വീടൊക്കെ സെർച്ച് ചെയ്തിട്ടുള്ള ഒരു പരിപാടി ഇപ്പോൾ ഫസ്റ്റ് ടൈമാണ്. അവിടെയും ദുൽഖറിന്റെ ഒരു 2 വാഹനം കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു പൃഥ്വിയുടെ വാഹനം കൊണ്ടുവന്നിട്ടില്ലെന്നുണ്ട്. ഇല്ല, പക്ഷെ കാണിക്കാനായിട്ട് എല്ലാം നമ്മൾ ഇൻസ്റ്റാഗ്രാം. കാര്യം എന്നെ സംബന്ധിച്ചുള്ള ഏറ്റവും കൂടുതൽ എനിക്ക് ഭയങ്കര മീൻസ് ലുക്കപ്പ് ചെയ്യുന്ന ഒരാളാണ് ദുൽഖർ. കാര്യം എന്ത് മനസ്സിൽ ആഗ്രഹിക്കുന്നോ ആ വാഹനങ്ങൾ പുള്ളിയെടുത്തുണ്ട്. അപ്പൊ പുള്ളിയുടെ വാഹനം എന്ത് വന്നാലും ഒരു പേജിൽ പോസ്റ്റ് ചെയ്യുമല്ലോ, ഈ ദുൽഖറിന്റെ വാഹനം ഇന്ന സ്ഥലത്ത് കണ്ടോന്ന്. അപ്പൊ ഞാൻ പ്രാവശ്യം പുള്ളിയോട് സംസാരിച്ചപ്പോൾ ഒറ്റ കാര്യം ഞാൻ ചോദിച്ചു, എനിക്ക് ഈ വണ്ടികളൊക്കെ ഒന്ന് കാണാനായിട്ടൊരു അവസരം തരുന്നത്. അപ്പോൾ പക്ഷെ അതെല്ലാം പുള്ളി എന്തറിഞ്ഞിട്ടാ. പുള്ളി ഒരിക്കലും ഒരു ഭൂട്ടാനിൽ പോയിട്ട് സ്മഗിൾ ചെയ്ത് കൊണ്ടുവന്ന വാഹനമല്ല, ഇതേപോലെ ആരുടെയെങ്കിലും കയ്യിൽ നിന്നൊക്കെ വാങ്ങുന്നതാണ്. അപ്പൊ ആ വാഹനങ്ങളുടെ ബാക്ക് ഡോക്യുമെന്റ്സ് അത് രജിസ്റ്റർ ചെയ്ത സമയത്ത് അവിടെ RT ഓഫീസിൽ കൊടുത്തേക്കുന്നത്. പക്ഷെ ഇനിയിപ്പോ ഇങ്ങനെ വരുമ്പോ ഇനി നമ്മൾ ഇനി പഴയത് പോയി ചെകഞ്ഞ് കിട്ടണം. പക്ഷെ അതിന് ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് ഒരു സപ്പോർട്ട് ഉണ്ടാവണം. കാര്യം ഈ പഴയ വാഹനങ്ങൾ നമ്മൾ വിവരാവകാശം കൊടുക്കുമ്പോൾ ഇങ്ങനെ എമർജൻസി ആയിട്ട് ഒന്ന് തരാനായിട്ടൊരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ വലിയ ഉപകാരം. ഇല്ലെങ്കിൽ ആ ഡോക്യുമെന്റ് കിട്ടുന്ന വരെ വണ്ടി അവിടെ കിടക്കും. വണ്ടിയുടെ കാര്യത്തിൽ മാത്രമാണ് എന്റെ ഇതിലുള്ള MP ആ ഒരു വാഹനത്തിന്റെ മാത്രമാണ് എന്നോട് സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. MP ആയതാണോ ഇതിന്റെ ഒരു പ്രധാന? അതിന്റെ അല്ല, ഈ നമ്മള് വാഹനം രജിസ്റ്റർ ചെയ്യുമ്പോൾ നമ്മുടെ ആധാർ കാർഡ് മറ്റേ RC ബുക്കും ഇൻഷുറൻസ് ഉണ്ടാവുള്ളൂ. പക്ഷെ അവരിപ്പൊ പറയുന്നത് ഈ കഴിഞ്ഞ ഒരു 1.5 വർഷമായിട്ട് ഈ രജിസ്ട്രേഷൻ വിത്തൗട്ട് എനി ഡോക്യുമെന്റ്, അതായത് ഇപ്പൊ ഒരു ഭൂട്ടാനിന്നോ അല്ലെങ്കിൽ നേപ്പാളിൽ നിന്നൊരു വണ്ടി വന്നു, ഒരു ഡോക്യുമെന്റ് ഇല്ലാതെ രജിസ്റ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ രജിസ്റ്റർ ചെയ്ത് കൊടുത്ത രജിസ്ട്രേഷൻ അല്ല ഇതെന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം എന്ന് നമ്മള്. ഇപ്പൊ എനിക്ക് എന്നെ സംബന്ധിച്ചുള്ള 5 വർഷം എന്റെ ഉണ്ടായിരുന്നു. ഒരു 10 വർഷം മുമ്പുള്ള വേറെ ആൾക്കാരുണ്ടായിരുന്നതിന്റെ ഉൾപ്പെടെ പ്രൂഫ് ഉണ്ട്. അതിനു മുമ്പ് ഒരു 1999 ഡൽഹി രജിസ്റ്റർ ചെയ്തതിന്റെ പ്രൂഫ് ഉണ്ട്. നമ്മുടെ അടുത്ത് പ്രൂഫ് ഉണ്ട്, പക്ഷെ അവർക്ക് അത് ബോധ്യപ്പെടണം. നിലവിൽ 2 വർഷത്തെ ഒരു വാഹനങ്ങളുടെ ആണ് അല്ലെ നോക്കുന്നത്? 2 വർഷത്തിലാണ് ഈ വാഹനങ്ങളെല്ലാം വന്നേക്കുന്നത്. ഈ പണ്ട് 1999 നമ്മുടെ ഇവിടെ ഒരിക്കലും 150% 200% ടാക്സ് ഇല്ല. ആ സമയങ്ങളിൽ വാഹനം സ്മഗിൾ ചെയ്ത് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. കാര്യം നിസ്സാര ഇമ്പോർട്ട് ഡ്യൂട്ടി ഉള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഈ വാഹനങ്ങളൊക്കെ അന്ന് ഈസി ആയിട്ട് വന്നത്. അപ്പൊ അന്ന് സ്മഗിൾ ചെയ്ത് കൊണ്ടുവരേണ്ട ആവശ്യമില്ല, കാര്യം വലിയ ടാക്സ് ഇല്ല. അപ്പൊ അന്ന് രജിസ്റ്റർ ചെയ്ത സാധനങ്ങൾ ഇന്ന് പോലെയല്ല. ഇന്നിപ്പോ ആ വാഹനമാണെങ്കിൽ 200% ടാക്സും യൂസ്ഡ് വണ്ടികൾ ഇന്ത്യയിലോട്ട് കൊണ്ടുപോകാൻ പാടില്ല എന്ന് നിയമമുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.